ഉണ്ണിയാണ്. പതിവില്ലാത്തൊരു പതിവ് സുഹൃത്തുക്കളെ. ദോഷങ്ങളെല്ലാം മാറാൻ ഒരു തേങ്ങ ഉടയ്ക്കാനായിട്ട് ഞാനത് അമ്പലത്തിലേക്ക് പോവാണേ, അരീക്കുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക്. കച്ചവടം അങ്ങോട്ട് ശരിയാകുന്നില്ല. സുബീഷേട്ടൻ പറഞ്ഞാണ് നീ പോയി തേങ്ങ ഉടയ്ക്കുന്നത്. അമ്പലത്തിൽ രാവിലെ ആരും വന്നിട്ടില്ല. ആദ്യത്തെ ഞാനും അമ്പുരിയാണെന്ന് തോന്നിട്ടോ. രക്ഷസനെയും ഭഗവതിയും തൊഴുത് ഞാൻ കുളത്തിനരികിലെത്തി. കുറെ വലിയ മീനുകളാ എന്റെ അടുത്ത് വന്നിങ്ങനെ മുട്ടിയിട്ട് മീൻ പോയി. തിരികെ പടിക്കെട്ടുകളെല്ലാം കയറി ചിരിച്ചുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ചു പോവാ. പോകുന്ന വഴിയിലും റെക്ടാങ്കിൾ വെച്ചാണ് ഒരു മൃഗസ്നേഹിത ഒരു പാവ നായ്ക്കുട്ടിയെ വിട്ടുന്നത് കണ്ടു കേട്ടോ. റൊണാൾഡോയുടെ ഫ്ലെക്സ് വെച്ച് പ്രശസ്തമായിട്ടുള്ള ഗ്രൗണ്ടാണ് കേട്ടോ. കുഞ്ഞാണിതാ നെറ്റ്വർക്കിങ്ങിന്റെ പരിപാടിയിലാണ്. അങ്ങനെ സുബീഷേട്ടൻ്റെ കൂടെയാണ് ഞാനിന്ന് ഓഫീസിലേക്ക് പോയത്. അങ്ങനെ ഓഫീസിലെല്ലാം എത്തി, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. രാവിലത്തെ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ഇന്ന് വയനാട്ടിൽ ഒരു ഫ്രോൺസിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട ഡ്രൈവർ സാർ വിഷ്ണു സാറാണ് ഇന്ന് കൂടെ ഉള്ളത്. ചുരത്തിൽ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡ് തന്നെ പോകാൻ പറ്റി. വയനാട് ചുരം കയറുമ്പോഴുള്ള ആ ഒരു കുളിരുണ്ടല്ലോ, അത് പഴയതുപോലെ ഇല്ല കേട്ടോ. ചുരം കയറി ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ടുള്ള യാത്ര. അല്ലെങ്കിലും വയനാട് കയറി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതെല്ലാം പച്ചപ്പായി. നല്ല മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഒരു കാട്ടിനുള്ളിലൂടെ പോയി. സ്ഥലത്തിന്റെ പേര് ഇരുളം എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു എക്സ്ചേഞ്ച് വണ്ടി ഉണ്ടായിരുന്നു. എക്സ്ചേഞ്ച് വണ്ടി കണ്ട് ചായയൊക്കെ കുടിച്ച് ടെസ്റ്റ് ഡ്രൈവ് എല്ലാം നടത്തിയതിനു ശേഷം ഞങ്ങൾ തിരികെ വരുമ്പോഴുള്ള തേക്കിന്റെ ഒരു കാടാണ് കേട്ടോ. ഇന്നത്തെ ഉച്ചഭക്ഷണം വയനാട്ടിൽ നിന്നായിരുന്നു. നല്ല സാമ്പാറും ചോറും പിന്നെ മീൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും മുന്നോട്ടുള്ള യാത്ര. ഫുൾ പച്ച. പുറത്തിറങ്ങി കുറച്ച് കാഴ്ചകൾ കാണുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സമയമില്ലാത്തതിനാൽ വൈകിട്ട് ഓഫീസിലെത്തി തിരികെ വീട്ടിലേക്ക്.